إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ പരിപൂർണാർത്ഥത്തിൽ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കിട്ടി മരിച്ച് സ്വർഗത്തിൽ ആദ്യ അവസരത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ അതിഥിയായ വിശുദ്ധ റമദാൻ അതൊരു വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞൊരു ഖുതുബയിൽ അല്പം ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത്. അതിന് മുന്നോടിയായി നാം ഒരുങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഇനി അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നാം നിർവഹിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമില്ല, നോമ്പ് തന്നെയാണ്. ഒരു വിശ്വാസി നിർവഹിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഇബാദത്താണ് നോമ്പ്. ഏകദേശം ഒരു 12-13 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഇബാദത്ത് മറ്റൊന്നില്ലല്ലോ. ഏതായിരുന്നാലും ഒരു ചൂടൊക്കെ നല്ല കഠിനമായ സമയത്ത് നോമ്പ് നോൽക്കുക എന്ന് പറയുമ്പോൾ അതിനൽപ്പം ത്യാഗമുള്ള സംഗതിയാണ്. നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കൽ മാത്രമാണോ? അല്ല. നോമ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ ത്യാഗങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് വരിക. ക്ഷീണവും അലച്ചലും പ്രയാസങ്ങളും വിശപ്പും ദാഹവും ഒക്കെ വരും. ഒരുപാട് ത്യാഗങ്ങളെ കൊണ്ടാണ് ഒരാൾ നോമ്പ് പൂർത്തിയാക്കുന്നത്.
പക്ഷെ അങ്ങനെ കേവലം കുറച്ച് പ്രയാസങ്ങൾ നോമ്പെടുത്തത് കൊണ്ട് നാം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുവെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഈ ഹദീസ് നമ്മളെ കുറച്ചൊന്നല്ല ബേജാറാക്കേണ്ടത്. ഈ ഹദീസ് നമ്മളെ മനസ്സിൽ നല്ല പ്രയാസം സൃഷ്ടിക്കണം. അപ്പോഴേ ഇനി പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. എന്താ അറിയുന്നത്? റുബ്ബ സ്വാഇമിൻ ഹല്ലു ബിൻ സുയാമിഹി അൽ ജൂഉ വൽ അതുഷ്. വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു റസൂൽ പറയാണ്, എത്ര നോമ്പുകാരാന്ന് അറിയുന്നുണ്ട്. റുബ്ബ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എത്ര നോമ്പുകാരാണ് അവർക്ക് ആ നോമ്പ് കൊണ്ട് ആകെ കിട്ടിയ മെച്ചമെന്ന് പറയണത്, പകലിൽ ഒരുപാട് ദാഹം സഹിച്ചു, വിശപ്പ് സഹിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു മെച്ചവുമില്ലാത്ത നോമ്പുകാരുണ്ട് എന്നാണ്. ആലോചിക്കുങ്ങള്, കേവലം പട്ടിണി സഹിച്ചു, ദാഹം സഹിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു മെച്ചവും കിട്ടാത്ത നോമ്പുകാർ എത്രയോ ഉണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, പ്രിയപ്പെട്ടവര്, നമ്മളൊക്കെ ഇത്രയേറെ ത്യാഗം സഹിച്ചിട്ട് ഈ പറയപ്പെട്ട ഹതഭാഗ്യവാന്മാരിൽ പോയി പെടാതിരിക്കാനാണ് ഇന്ന് ഈ ഖുത്ബയിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറ്റിയത്? അവർ നോമ്പ് നോറ്റു എന്നേ ഉള്ളൂ, നോക്കേണ്ടതുപോലെ നോറ്റില്ല. കേവലം പട്ടിണി കിടന്നു എന്നേ ഉള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തിയില്ല എന്നതാണ്. അപ്പൊ ഏതാണ് സുഹൃത്തുക്കളെ ആ ലക്ഷ്യം? ആ ലക്ഷ്യമാണ് ഞാൻ ആമുഖമായി കൊണ്ട് ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 182-ലുള്ളത്, 183-ലുള്ളത്. ഏതാ? അല്ലാഹ് നമ്മളെ വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ. നമ്മളെയാണ് വിളിച്ചത്, ജനങ്ങളെ എന്നല്ല. പരലോകമൊക്കെ ഉണ്ട് എന്ന് ശരിക്കും മനസ്സ് തട്ടി വിശ്വസിക്കുക നമ്മളെയാണ് വിളിച്ചത്. എന്നിട്ട് പറയാണ്, കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികൾക്ക് ഞാൻ നോമ്പ് കൊടുത്തിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാത്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങളിൽ തഖ്വ എന്ന അടിസ്ഥാന യോഗ്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ നോമ്പ് നോറ്റൊരാളുടെ മനസ്സിലേക്ക് ഈ ഒരു ക്വാളിറ്റി, അള്ളാഹ് ഉദ്ദേശിച്ച ആ തഖ്വ എന്ന ഒരു സംഭവം നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സുഹൃത്തുക്കളെ ഈ പെടാപ്പാട് പെട്ടതുകൊണ്ടൊരു കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടാകുക അറിയോ? എല്ലാവരും നോമ്പ് വെക്കണം, എന്താ നമ്മളും നോമ്പ് വെക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആവർത്തനമല്ല ഇത്. റമദാൻ എന്ന് പറഞ്ഞാൽ കേവലം ആവർത്തനമല്ല, അത് മാറ്റത്തിനുള്ളതാണ്. മാറാൻ നമുക്ക് കഴിയണം. അപ്പൊ എന്താണ് തഖ്വ? എന്താ തഖ്വ? പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, തെറ്റുകൾ പരിപൂർണമായി കൊണ്ട് ഒഴിവാക്കുക, നന്മകൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നോമ്പുകാരനായിരിക്കെ മാറ്റിയെടുക്കാൻ കഴിയുമ്പോഴാണ് സഹോദര നമുക്ക് നോമ്പിന്റെ പ്രതിഫലത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ്. സ്വർഗപ്രവേശനമായിരിക്ക റഹ്മാനായ റബ്ബ് പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ട് റബ്ബ് പറയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർളു. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയാം. അത് ആർക്ക് വേണ്ടിയിട്ടാ സ്വർഗം? ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം. അപ്പൊ സ്വർഗം വേണോ? തഖ്വ ഉണ്ടാകണം. ആ തഖ്വ കിട്ടാൻ നമ്മൾ നോമ്പ് നോക്കുന്നത്. ആ തഖ്വ എന്ന ക്വാളിറ്റി നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. അള്ളാഹ് ആരുടെ അമലുകളാ സ്വീകരിക്കുക? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അക്സറു മാ യുദ്ഖിലുൽ ജന്നah, അള്ളാന്റെ റസൂലെ സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഘടകം എന്താ? അള്ളാന്റെ റസൂൽ പറഞ്ഞ മറുപടി തഖ്വ എന്നാണ്. തഖ്വ എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ ഇത്രയേറെ പ്രയാസപ്പെട്ട് നോമ്പ് നോൽക്കുന്നത് എന്ന ചോദ്യത്തിന് എന്താപ്പ ചെയ്യാ, മുസ്ലിമായി പോയില്ലേ, നാട്ടുകാരൊക്കെ നോമ്പൊക്കല്ലേ, നോമ്പ് നോറ്റില്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ എന്ന് കരുതിയിട്ടുള്ള ഒരു എവിടെയും തട്ടാത്തൊരു മറുപടി ആകരുത്. ഒന്നാമത്തെ മറുപടി എന്താണെന്നറിയോ? ഒരു സ്വർഗാവകാശിയാകുവാനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ നോമ്പ് നിശ്ചയിച്ചതിലൂടെ റഹ്മാനായ റബ്ബ് എനിക്ക് തന്നിട്ടുള്ളത് എന്ന് മനസ്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റിവെക്കാൻ കഴിയണം. ചോദിക്കുന്നുണ്ട്, പറയാൻ നമുക്ക് കഴിയണം. എന്തിനാ നോമ്പ്? സ്വർഗാവകാശിയാകുവാൻ ചില്ലറ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴേ ഒരു ലക്ഷണമൊത്ത സ്വർഗാവകാശിയാവുകയുള്ളൂ. എങ്കിൽ അതിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകളെല്ലാം ഇൻഷാ അല്ലാഹ് ഒരു യഥാർത്ഥ നോമ്പുകാരനായാൽ കിട്ടുന്നുള്ളതാണ്. അപ്പൊ ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം എന്താ? തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഒരു ആത്മീയമായ സംസ്കരണവും അതേപോലെ തന്നെ നിയന്ത്രണവും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകാതെ പോണ സാധനം അതാണ്. തെറ്റാണെന്ന് അറിയാം, പക്ഷെ ആ ആത്മീയമായ നിയന്ത്രണം നമുക്ക് ലഭിക്കുന്നില്ല.
ആ നിയന്ത്രണം ലഭിക്കാത്തതുകൊണ്ട് തെറ്റ് ചെയ്തു പോവുകയാണ്. പക്ഷെ നോമ്പുകാരനാകുന്നതോടുകൂടെ ഓട്ടോമാറ്റിക്കലി ആ നിയന്ത്രണത്തിലേക്ക് വരണം. അത് ഏറെക്കുറെ സാധ്യമാകും. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുനിൽക്കും. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെയും കാണാൻ അങ്ങനെ ആളുകൾ അനിയന്ത്രിതമായിക്കൊണ്ട് പല തെറ്റുകളും ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അത് ഉണ്ടാകാൻ പാടില്ല. പരിപൂർണമായിക്കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ പ്രിയപ്പെട്ടവരെ കഴിയണം. അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യം എന്താ അറിയുങ്ങളെ? അള്ളാഹു റസൂൽ പറയും, ഇന്ന സിയാമ ലൈസ മിനൽ അക്ലി വശുർബി ഫഖത്ത്. നിങ്ങൾ എന്താ കരുതിയത്? നോമ്പ് നോൽക്കാന്ന് പറഞ്ഞാൽ അത് കേവലം ആമാശയത്തെ ഭക്ഷണത്തിൽ നിന്ന് പിടിച്ചു വെക്കൽ മാത്രമൊന്നല്ല, കേവലം പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പത്. ഇന്നമ സിയാമു മിനൽ ലഗ്ബി വറഫസ്. ഒരു ആവശ്യമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത വ്യർത്ഥമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, മോശമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിനെല്ലാം പിടിച്ചു വെക്കാൻ കഴിയണമെന്നാണ്. സുയാം എന്ന് പറഞ്ഞാൽ തന്നെ ഇംസാക്ക് എന്നാണ് അർത്ഥം. പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. അതെന്താ പിടിച്ചു വെക്കണത്? ഭക്ഷണത്തെ ആമാശയത്തെ ഭക്ഷണത്തിൽ നിന്ന് പിടിച്ചു വെക്കൽ മാത്രമല്ല, മോശമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും, വാക്കുകളിൽ നിന്നും, നോട്ടത്തിൽ നിന്നും, ചെയ്തികളിൽ നിന്നും, ചിന്തകളിൽ നിന്നും, എല്ലാറ്റിൽ നിന്നും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത, പൊരുത്തല്ലാത്ത എത്ര ചെറിയ കാര്യമാകട്ടെ സുഹൃത്തുക്കളെ, മാറി നിൽക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥത്തിലുള്ള നോമ്പുകാരനായിക്കൊണ്ട് മാറുന്നത് എന്നാണ്. പലപ്പോഴും ഇനി നമ്മൾ കേൾക്കാൻ നമ്മുടെ വാക്കെന്താ അറിയുന്നത്? ടൈം പാസ് എന്നാണ്, അല്ലെ? ടൈം പാസ്. എന്താ ടൈം പാസ്? എങ്ങനെങ്കിലും മഗ്‌രിബിക്ക് എത്തിക്കലാണ്. ആ മഗ്‌രിബ് എങ്ങനെയും എത്തലേ ഉണ്ടാവുള്ളൂ, കൂലൊന്നും കിട്ടൂല. അതുകൊണ്ട് റമളാന്റെ രാവും പകലും എങ്ങനെങ്കിലും സമയം നീക്കാൻ വേണ്ടിയിട്ട് വെറുതെ മൊബൈലും കളിച്ച് അങ്ങനെ കണ്ണി കണ്ടതൊക്കെ കണ്ടു തീർക്കുന്ന ഏർപ്പാടിനെ നോമ്പ് എന്ന് പറയൂല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാൻ നാം നോമ്പുകാരനായിരിക്കും കാണുന്നുണ്ടോ റബ്ബിന് തൃപ്തിയുള്ളത്, ഒരു സംഗതി നമ്മൾ കേൾക്കുന്നുണ്ടോ റബ്ബിന് തൃപ്തിയുള്ളത്, വ്യർത്ഥമായതൊന്നും ഇരുലോകത്തും പരലോകത്തും ഉപകാരപ്പെടാത്ത ഒന്നിലേക്കും ഏർപ്പെടാൻ പറ്റൂല തന്നെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താ അറിയുന്നത്? ഇദാ സുംത, സഹോദര നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഫൽയസും സമഉക വബസ്റുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിം. എന്താ? നിന്റെ കണ്ണ് നോമ്പ് നോക്കട്ടെ എന്നാണ്, നിന്റെ കാത് നോമ്പ് നോക്കട്ടെ, നിന്റെ നാവ് നോമ്പ് നോക്കട്ടെ, നിന്റെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ നോമ്പ് നോക്കട്ടെ എന്നാണ്. എന്തിൽ നിന്നും? അനിൽ മഹാരിം, ഹറാമുകളിൽ നിന്നാണ്. അപ്പൊ റമളാനിൽ നമ്മുടെ കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്. എന്താ നോമ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കലാണ്. അപ്പൊ കണ്ണിനെ പിടിച്ചു വെക്കണം, കാതിനെ പിടിച്ചു വെക്കണം, നാവിനെ പിടിച്ചു വെക്കണം. ചിന്തകളടക്കം പരമായി നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകുള്ളൂ. അൽഹംദുലില്ലാ, ഒരു മുത്തക്കിയുടെ റബ്ബിനെ ഭയന്നുകൊണ്ടുള്ള ജീവിതം എനിക്കിപ്പോൾ ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു ധാരണ അപ്പോൾ കിട്ടുമ്പോൾ, ഒരു സംതൃപ്തി വരുമ്പോൾ മാത്രമാണ് ആ പട്ടിണിക്കും ആ ദാഹത്തിനൊക്കെ മെച്ചുണ്ടാകുള്ളൂ. എത്രയാണ് ഇപ്പൊ നമ്മൾ സഹിക്കുന്ന ആലോചിക്കും, അല്ലെ? പ്രത്യേകിച്ച് പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ഒരല്പം ചൂട് കൂടുതലുള്ള പ്രദേശമാണ്. ആ ലൊഹറിനൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പുറത്തെ ശീതളപാനീയങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്, എല്ലാം ഉണ്ട്, സമ്പത്തൊക്കെ ഉണ്ട്, വാങ്ങല എല്ലാ സെറ്റപ്പ് നമ്മൾ എത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണില്ലല്ലോ, അല്ലെ? അത്രയൊക്കെ ഇടങ്ങറായിട്ടും അത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടും അത് നാളെ പരലോകത്തെത്തുമ്പോ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ സുഹൃത്തുക്കളെ ഇതൊക്കെ നഷ്ടപ്പെടുക പറഞ്ഞാൽ എത്രയായിരിക്കും അതിന്റെ ഒരു പ്രശ്നം. അതില്ലാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊന്നെന്നറിയോ? നോമ്പിലൂടെ നമുക്ക് കിട്ടേണ്ട മറ്റൊരു ലക്ഷ്യമാണ് ക്ഷമ എന്നുള്ളത്. ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് കഴിയണം. അത് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതൊന്നും ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാ ക്ഷമ ഉണ്ടെങ്കിലോ, ആ ക്ഷമയോടുകൂടെ നമുക്ക് ആത്മനിയന്ത്രണത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഇരട്ടിയായിരിക്കും പ്രതിഫലം. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ റഹ്മാനായ റബ്ബ് അവർക്ക് ഇങ്ങനെ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളുടെ ഒക്കെ പരിപൂർണമായ പ്രതിഫലം ക്ഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കഴിയുന്നുണ്ട്. ഈ ക്ഷമാന്ന് കേൾക്കുമ്പോൾ സുഹൃത്തുക്കൾ പലപ്പോഴും ഒരു രോഗം വന്നാൽ ക്ഷമിക്കുക, എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ക്ഷമിക്കൽ മാത്രമൊന്നല്ല. പണ്ഡിതന്മാർ 3 ക്ഷമനെ കുറിച്ച് പഠിപ്പിച്ചു. ഒരു ക്ഷമ എന്താണെന്നറിയോ? അസ്വബ്റു അലാ ത്വാഅത്തില്ല. അള്ള പറഞ്ഞതുപോലെ ജീവിക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം, അല്ലെ? നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണ്ടേ? നോമ്പ് വെക്കണമെങ്കിൽ ക്ഷമ വേണം. ആ നോമ്പുകാരനാകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ക്ഷമ ഉണ്ട്. അത് ക്ഷമിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ക്ഷമക്ക് സഹനത്തിനും ആത്മനിയന്ത്രണത്തിനും പിന്നെ എതിരെ ഉള്ള ഒരു സംസാരം, നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ദേഷ്യപ്പെട്ടു പോകുക, അല്ലെ? ആ നിലക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ദേഷ്യപ്പെടാൻ പറ്റൂല എന്നാണ്. എത്രത്തോളം പറഞ്ഞു അറിയങ്ങള്? നിങ്ങളോടൊരു ജാഹിലായ മനുഷ്യൻ, അവിവേകിയായൊരു മനുഷ്യൻ വന്ന് നിങ്ങളെ ചീത്ത വിളിച്ചാൽ പോലും അവനോട് പോലും കയർത്ത് സംസാരിക്കാൻ പറ്റൂല എന്നാണ്.
എന്തൊരു വലിയ ഒരു പരിശീലനം ആലോചിക്കും നിങ്ങള്. നമ്മളൊരു 10-30 ദിവസം നമുക്കൊരു ട്രെയിനിങ് തരികയാണ്. ഈ 10-30 ദിവസം കഴിയുമ്പോണ്ടല്ലോ നമ്മൾ തന്നെ മാറണം, മാറ്റത്തിന് വിധേയമാകാൻ കഴിയണം. നിന്നോടൊരു വിഡ്ഢിയായ മനുഷ്യൻ വന്നിട്ട് നിന്നെ ചീത്ത പറയുകയാണെങ്കിൽ പോലും, സഹോദര നീ ഒന്ന് പറഞ്ഞ 2 പറകൾ കഴിവുണ്ടെങ്കിൽ തോക്കത്തുണ്ടെങ്കിൽ നീ പറയേണ്ടത് സുഹൃത്തെ ഇന്നി സ്വാഇമുൻ എന്നാണ്, ഞാൻ നോമ്പുകാരനാണെന്നാണ്. ആ നിയന്ത്രണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അങ്ങനെ പരിശീലിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് കംപ്ലൈന്റുകൾ പലതുണ്ടാവും. ഞാൻ കുറച്ച് ചൂടനാണ്, ഞാൻ കുറച്ച് പരിക്കനാണ്, അതൊക്കെ മാറണം അല്ലേ? ഇത് ഖിയാമത്ത് പറഞ്ഞ ഈ കേസിങ്ങനെ പറഞ്ഞൊരു കാര്യം, ഇതിന് പരിഹാരം വേണ്ടേ? മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പരിഹരിച്ചിട്ടുണ്ട്. ഞാൻ ചൂടനാണ് പറഞ്ഞിട്ടല്ലേ കാര്യമുണ്ടോ? ആ ചൂടനായിക്കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ചൂടേറെ നരകത്ത് കണ്ടു പോകും, വേറെ അതിൽ മെച്ചൊന്നുമില്ല. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് തന്നെ, നമ്മൾക്ക് പിന്നെ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞ് ബോധ്യപ്പെട്ട സംഗതികളെ മുഴുവനും തിരുത്തി എഴുതാനും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിടത്തേക്ക് നമ്മളെ എത്തിക്കാനും കഴിയുന്ന ഒരു പീരീഡ് ഉണ്ടെങ്കിൽ, ഒരു കാലയളവുണ്ടെങ്കിൽ സഹോദര, അതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ തുടങ്ങാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമ്പോഴേ നോമ്പ് കൊണ്ട് മെച്ചം ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ കടമ്പകൾ പൂർത്തിയാക്കുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന മെച്ചത്തെ കുറിച്ചുകൂടി കേട്ടോളൂ. എന്താ അറിയോ? ഒന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത നോമ്പുകാരനാണെങ്കിൽ അവൻക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വാചാലമായി സംസാരിച്ചു. ഒന്ന്, കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്ന. എത്രയാണ് നോമ്പുകാരനക്ക് പ്രതിഫലം എന്നുള്ളത് അറിയില്ല. അതങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചു പറഞ്ഞിട്ട്, അത് ഞാൻ എനിക്ക് ഇഷ്ടം അത്രയും കൊടുക്കുന്നതാണ്. ഇല്ല സൗമു ഫഇന്നഹു ലീ വഅന അജ്സി ബി, ഞാൻ അതിന് കൊടുക്കുന്നതാണ്. എത്ര നമുക്ക് പറയാൻ പറ്റില്ല. റഹ്മാനായ റബ്ബ് എത്ര വാരിക്കോരി തന്നാലും സുഹൃത്തുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് കാലിയാകും ഇല്ലല്ലോ. അപ്പൊ അത് ആ ഖജനാവിൽ മുഴുവൻ നമുക്ക് തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ എന്താ അറിയുന്നത്? ലിസ്വാഇമി ഫർഹത്താൻ എന്നാ പറഞ്ഞു. നോമ്പുകാരക്ക് 2 സന്തോഷം ഉണ്ടെന്നാണ്. ഒരു സന്തോഷത്തെ കുറിച്ചായിരിക്കും നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്താ? നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവും. അത്രയും നേരം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റ് അത് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് പ്രകൃതിയാൽ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്, ഭക്ഷണമൊക്കെ കാണുന്ന സമയത്ത്. അത് മാത്രമല്ല, ഒരു മുഅ്മിനെ കാത്തിരിക്കുന്ന മറ്റൊരു സന്തോഷം എന്താണെന്നറിയോ? ഫർഹത്തും ഇൻദ ലിഖാഇ റബ്ബിഹി, ഈ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റു എന്നത് കാരണത്താൽ നാളെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള അവസരം കിട്ടുന്നതാണ്. ആ സമയത്ത് അവൻ ആ സന്തോഷിക്കുന്ന സന്തോഷമുണ്ട്. അതൊരു നോമ്പുകാരർക്ക് കിട്ടുന്ന സംഗതിയാണ്. എന്തിനൊക്കെ ഈ കഷ്ടപ്പാട്? അത് ഇൻഷാ അല്ലാഹ് അത് ഇവിടെ കൊണ്ട് തീരുന്ന സംഗതി ഒന്നല്ല. റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള യോഗ്യത ഞാൻ നേടിയെടുക്കുകയാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ സുഹൃത്തുക്കളെ കഴിയണം എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്നറിയോ? നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. നമ്മളൊക്കെ പേടിക്കണ നരകല്ലേ? ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എന്താ സുഹൃത്തുക്കളെ? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖില ജന്ന എന്നല്ലേ? അല്ലേ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു അനിൻ നാരി 70 ഖരീഫ. ഒരു മനുഷ്യൻ ഒരു നോമ്പ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നോറ്റാൽ, സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു നോമ്പെങ്ങാനും ഒരു സുന്നത്ത് നോമ്പെങ്കിലും നോറ്റു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് അകറ്റിക്കളയുന്നതാണ്. 70 വർഷം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണെങ്കിൽ എത്ര കിലോമീറ്ററുകളോളം നടക്കും, എത്ര കിലോമീറ്ററുകളോളം പോകാണ്ടാവും അല്ലെ? അത്രയും ദൂരത്തേക്ക് ആ നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ ഒറ്റ നോമ്പ് കൊണ്ടും അകറ്റിക്കളയെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഫറലായ നോമ്പാണ്. അപ്പൊ അതിനേക്കാൾ കൂടും. അതും റമദാൻ മാസത്തെ നോമ്പ് അല്ലെ? സുഹൃത്തുക്കളെ, കണക്കില്ലാത്ത പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മറ്റൊന്ന് ഈ പെടാപാടുപെട്ടതൊന്നും സുഹൃത്തുക്കളെ വെറുതെ ആകൂല. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്താ മെച്ചെന്നറിയോ? ഇവിടെ നമുക്കൊരു സ്വർഗാവകാശിയുടെ ഗുണം കിട്ടുമെന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട മെച്ചമായിക്കൊണ്ട് പറയാണ്, സ്വർഗത്തിലേക്ക് പ്രത്യേകം എൻട്രി കിട്ടുന്നതാണ്. നോമ്പ് നോറ്റവരെ കാത്ത് സ്വർഗത്തിൽ പ്രത്യേക കവാടമുണ്ട്. റയ്യാൻ എന്നാണ് അതിന്റെ പേര്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ. അതിലേക്ക് നോമ്പുകാർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വീണ്ടും പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മൾ പരലോകത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ശുപാർശവൻ ആരെങ്കിലും ഉണ്ടാകും? ഒരു കുട്ടി ഉണ്ടാവില്ല. യുസ്അലു ഹമീമുൻ ഹമീമ. കുടുംബക്കാരൊന്നും പരസ്പരം അങ്ങോട്ടും ചോദിക്കാൻ ഉണ്ടാവില്ല. ഇന്ന് നോമ്പ് വരുന്നതാണ്. നോമ്പ് വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യഖൂലു അസ്സിയാം റബ്ബി ഇന്നി മനഅതു അത്'ആമ വശറാബ ബിന്നഹാരി ഫശഫ്ഇനി ഫീഹി. അല്ലാഹുവേ, ഞാനാണ് ആ മനുഷ്യനിക്ക് ദാഹമുണ്ടായിട്ടും
വിശപ്പുണ്ടായിട്ടും ഭക്ഷണത്തെയും പാനീയത്തെയും പിടിച്ചു വെച്ചത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ ശുപാർശ പറയാൻ എന്നെ അനുവദിക്കണമെന്ന് നോമ്പ് പറയുമെന്നും നോമ്പിന് ആ ശുപാർശകൾ അവസരം കൊടുക്കുമെന്നും നമ്മളെ നാളെ പരലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നാം നോറ്റ നോമ്പുകൾ നമുക്ക് വേണ്ടി വാദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സുഹൃത്തെ, അതിനാണ് നമ്മൾ നോമ്പ് നോൽക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ല നെയ്യത്തോടു കൂടെയായിരിക്കണം റമദാനിലേക്ക്, നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഏതെങ്കിലൊക്കെ ഇനിയിപ്പോ നമ്മളിങ്ങനെ വീഡിയോയിൽ മറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും, നോമ്പ് നോറ്റാണ്ട ആരോഗ്യ ഗുണങ്ങളും മറ്റും മറിച്ചൊക്കെ അല്ലെ, വാചാലമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേൾക്കും. അവിടെ അത്ര കുറയും, ഇത് ഇത്ര കുറയും. അത് കുറയും, ശരിയാണ്, കുറയും. അത് കുറച്ച് കഴിഞ്ഞാൽ കൂടും ചെയ്യും. അതിനും വേണ്ടിയിട്ടൊന്ന് സുഹൃത്തുക്കളെ, ഈ 10-30 ദിവസം നമ്മളിങ്ങനെ ഇടങ്ങാറാകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കിട്ടേണ്ടത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. കയ്യിലെ ചളിയുണ്ടെന്ന് കരുതി ആരെങ്കിലും അലക്കാൻ നിൽക്കോ? അലക്കുമ്പോ ചളിയുണ്ട് പോയിക്കോളും. ഇനി പോകട്ടെ പോകാതിരിക്കട്ടെ, നമ്മളെ ഷുഗർ കുറയട്ടെ കുറയാതെ കിട്ടെ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനൊക്കെ വേറെ കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ ഈ റമദാനിലേക്കൊക്കെ അത് വലിയ സംഭവമാക്കി എടുത്തിട്ട് അതിനുവേണ്ടി നോമ്പ് വെക്കാന്നൊക്കെ പറഞ്ഞാല് നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യം വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട പ്രതിഫലങ്ങൾ മാത്രം മുന്നിൽ വെച്ച് ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിച്ചതിലേക്ക് കയറാൻ നമുക്ക് കഴിയണം, എങ്കിൽ മെച്ചമായിരിക്കും. അങ്ങനെ ഒരു സ്വർഗാവകാശിക്കുണ്ടാകേണ്ട പരിപൂർണമായ ക്വാളിറ്റികളും നന്മകളും നേടിയെടുത്ത് ആ റമദാനിനെ വിട പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് ആ ഒരു നെയ്യത്തോടു കൂടെ എല്ലാ നോമ്പുകളും വളരെ ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ഒന്നുപോലെ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരെ അല്ലാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പെടുത്താണ്. സുഹൃത്തുക്കളെ, നോമ്പ് നോൽക്കേണ്ടതിന്റെ പ്രാധാന്യവും അതിന്റെ ലക്ഷ്യങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചത്. ഇനി അതിന്റെ കുറച്ച് മര്യാദകൾ കൂടെ ഉണ്ട്. ഏതൊരു കർമ്മത്തിനും ചില മര്യാദകളുണ്ട്. ഇസ്ലാമിൽ എല്ലാത്തിനും മര്യാദകളുണ്ട്. എങ്കിലും നോമ്പിനുമുണ്ട് ചില മര്യാദകൾ. ഒന്ന്, നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. നിയ്യത്ത് ചൊല്ലിപ്പറയലല്ല. നിയ്യത്ത് ഒന്നിനും ചൊല്ലിപ്പറയുന്ന രൂപമല്ല. നിയ്യത്ത് നമ്മൾ കരുതുക. അത് അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് തലേ ദിവസം തന്നെ ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് നോമ്പ് നോൽക്കും എന്ന ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം സുന്നത്ത് നോമ്പുകൾക്ക് അങ്ങനെ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നാളെ ഞാൻ സുന്നത്ത് നോമ്പ് നോക്കുമെന്ന് രാത്രി കടക്കുമ്പത്തിന് എനിക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ പോലും സുബഹി കഴിഞ്ഞിട്ട് ഞാൻ ഇറ്റ് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എന്താക്കാം, എനിക്ക് ആ നോമ്പ് ഇന്ന് എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞിട്ട് തുടരാൻ പറ്റും. അതുപോലത്തെ ഒരു സാഹചര്യം ഏതായിരുന്നാലും റമദാൻ മാസത്തിന് ഇല്ല എന്നതുകൊണ്ടാണ് അവിടെ പ്രത്യേകം പറയുന്ന കാരണം. മറ്റൊന്ന്, പല ആളുകളും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് അത്താഴം എന്നുള്ളത്. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് സുഹൃത്ത്. തസഹറു ഫഇന്ന ഫിസ്ഹൂരി ബറക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കണം. എന്തെങ്കിലും ഒരു ഈത്തപ്പഴമാണെങ്കിലും അതിനും കഴിയാത്ത സാഹചര്യം ഉണ്ട്, ഒരു വെള്ളമെങ്കിലും ആ നേരത്തൊന്ന് എണീറ്റ് അത്താഴത്തിന്റെ നെയ്യത്തോടു കൂടെ എന്താക്കണം, നമ്മൾ ഉപയോഗിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേക മലക്കുകളെ പ്രാർത്ഥിക്കണമെന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പല ആളുകളും അത് സ്കിപ്പ് ചെയ്യുന്ന രൂപമുണ്ട്. അതൊരിക്കലും ഒരു നോമ്പുകാരന്റെ നല്ല പ്രതിഫലം ആഗ്രഹിക്കുന്ന നോമ്പുകാരനക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണെന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ എപ്പോഴാണ് അത്താഴം കഴിക്കണമെങ്കിൽ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് തന്നെ പലപ്പോഴുള്ളൊരു അബദ്ധമാണ്. ആരൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിച്ച സംഗതിയാണ്, രാവിലെ സുബഹിയാകുമ്പോഴേക്കും വയറ് കാലിയാകണം, അതുകൊണ്ട് നേരത്തെ തന്നെ അത്താഴം കഴിക്കണം. അങ്ങനൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴം കഴിച്ചിരുന്ന സമയം പോലും സ്വഹാബാക്കൾ നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു റസൂലിന്റെ എത്ര താടി രോമങ്ങൾ എത്ര നരച്ചിരുന്നു എന്ന് വരെ ഒപ്പിയെടുത്തവരാണ് സ്വഹാബാക്കളെ. ഓര് പറഞ്ഞ സംഗതി നമ്മളിത് ശ്രദ്ധിക്കണം. അവർ പറഞ്ഞെന്താ നിങ്ങള് ഖദറ 50 ആയെന്നാണ്. അള്ളാഹു റസൂലിന്റെ അത്താഴം കഴിഞ്ഞ് സുബഹി ബാങ്കിനെയും ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 50 ആയത്ത് ഓതാനുള്ള സമയമാണെന്നാണ്. അപ്പൊ അത്തരം ഒരു സമയമാണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-20 മിനിറ്റ് ഒക്കെ പിന്നെ ഉണ്ടാകുള്ളൂ. അപ്പൊ ആ 50 ആയത്ത് എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അത്താഴം കഴിച്ചുകൊണ്ട് വീണ്ടും കടക്കാനുള്ള സമയമല്ല, 50 ആയത്ത് ഓതാനുള്ള സമയമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു അവസാന സമയത്തേക്കാണ് എന്താക്കേണ്ടത്, നമ്മള് പിന്നെ അത്താഴം ഇങ്ങോട്ട് പിന്തിപ്പിച്ച് അതിനുശേഷം ഒന്ന് അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിക്കാനോ അതേപോലെ തന്നെ ഇബാദത്തിൽ ഏർപ്പെടാനുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്നെന്താ അറിയോ, നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അനാവശ്യമായിക്കൊണ്ട് പിന്തിക്കരുത്.
സമയമായിട്ടും പിന്നെയും ഇന്നോടത്ത് തന്നെ ബാങ്ക് കേൾക്കട്ടെ എന്നൊരു ദുർവാശി നമ്മൾ കാണിക്കാൻ പാടില്ല. റസൂൽ നോമ്പ് തുറക്കാനുള്ള ഒരു ആവേശം കാണിക്കുന്ന സമയം അത്രയും ഉമ്മത്ത് ഖൈറിലായിരിക്കും എന്നാണ്. അതിന്റെ അർത്ഥം നേരത്തെ നോമ്പ് തുറക്കണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിനെ ഒന്ന് ഒരുങ്ങി തയ്യാറായി നേരത്തെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും നോമ്പ് തുറക്കുന്ന വിഭവങ്ങളുടെ അരികിൽ നമ്മൾ വന്നിരിക്കണം. എന്തിനാ അത്? എന്നിട്ട് പ്രാർത്ഥിക്കണം. ആ ഒരു 5 മിനിറ്റ് സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സുഹൃത്തുക്കളെ, റമളാൻ മാസത്തിലെ എല്ലാ സമയത്തിലും പ്രത്യേകതയുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടതാണെന്നുള്ള സൂചിപ്പിക്കുക. അതുപോലെ തന്നെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അൺകൺട്രോൾഡ് ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതല്ല, മറിച്ച് അത്യാവശ്യത്തിന് അത് കഴിക്കുക. കാരണം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തറാവീഹ് നിസ്കരിക്കാനുള്ളതാണ്, അല്ലെ? ഒരു എന്താ പറയാ, പകലൽപ്പം പട്ടിണി കിടക്കാൻ പറഞ്ഞ റബ്ബിനോടുള്ള ഒരു പകപോക്കല പോലെയൊക്കെയാണ് പല ആളുകളെയും ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ. അതൊക്കൊന്നും പോകാതെ ഇൻഷാ അല്ലാഹ് ഒന്ന് നിയന്ത്രിച്ച്, അത്രയും നേരം നമ്മൾ നിയന്ത്രിച്ചല്ലേ, ഇതിലും കൂടെ ഒന്ന് ആത്മനിയന്ത്രണം കൊണ്ടുവന്ന് ആ നിലക്കൊന്ന് അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് വേണ്ട ഒരു തോക്കത്തിനുള്ള ക്ഷീണമൊക്കെ മാറ്റുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ? അതെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? കാരൊക്കെ കടിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ചില ആളുകൾ അങ്ങനെ വിചാരിച്ചു, അതൊന്നുമല്ല. ആ പ്രാർത്ഥനയുടെ അർത്ഥം നോക്കി നമുക്ക് കിട്ടും. എന്താ? ദാഹം പോയി, അപ്പൊ ദാഹം പോയിട്ടാ പ്രാർത്ഥിക്കേണ്ടത്. വബത്തല്ലത്തിൽ ഉറൂക്കു, നരമ്പുകൾ നനഞ്ഞു എന്നാണ്. നരമ്പുകൾ നനയണം. ഒരു കാരൊക്കെ അടിച്ചു കൊടുക്കാൻ നരമ്പ് നനയുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒന്നിട്ട് കഴിഞ്ഞ് നമ്മൾ ഒന്നിങ്ങോട്ട് ഫ്രീ ആവുമ്പോഴാണ് ആ പ്രാർത്ഥന നമ്മൾ എന്താക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ചില വസ്വാസുകൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. പണ്ടേ ഉള്ള വസ്വാസുകൾ. എന്താ? ശരീരം തണുപ്പിക്കാൻ പറ്റൂല, മുങ്ങിക്കുളിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള രൂപം. അതൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്? വെള്ളം കോരി ഒഴിച്ച് കുളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്കുള്ള തണുപ്പിക്കുന്ന രൂപമൊന്നും നമുക്ക് പ്രശ്നമില്ല. പിന്നെ പല ആളുകളും പറയും, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം എന്ന് പറഞ്ഞാൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമാണ്, അതുകൊണ്ട് അത് വൃത്തിയാക്കാൻ നടക്കണം. അങ്ങനൊന്നുമില്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനാണെങ്കിലും വായ വൃത്തിയാക്കിയിട്ടുണ്ട്. വായക്ക് എപ്പോഴൊക്കെ പകർച്ചകൾ വരുന്നോ ആ സമയത്ത് എന്താക്കണം? വൃത്തിയാക്കണം എന്നുള്ളതാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ നശുക്ക അലാ ഉമ്മത്തി ലഅമർതും ബിസ്സിവാകി ഇൻദ കുല്ലി വുളു, എന്താ? വുളു എടുക്കുന്ന സമയത്തൊക്കെയും എന്റെ ഉമ്മത്തിന് ഭാരമാകില്ലായിരുന്നുവെങ്കിൽ നിർബന്ധമായിക്കൊണ്ട് പല്ല് തേക്കാൻ ഞാൻ പറയുമായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ നോമ്പുകാരൻ ഒഴികെയെന്നൊന്നും എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അത് അങ്ങനത്തെ ഒരു ദുർഗന്ധം ദുനിയാവിലുണ്ടെങ്കിൽ അതിന് പോലും റഹ്മാനായ റബ്ബ് പരിഗണന പടച്ചോളും പരലോകത്ത് കൊടുക്കുന്നു പറയുന്ന ഹദീസ്. അതല്ലാതെ വായ വൃത്തിയാക്കാതെ അങ്ങനെ നടക്കണം എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് കൂടെ നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. അതേപോലെ തന്നെ പിന്നെ മൂക്കിൽ ഏതായിരുന്നാലും പിന്നെ തുള്ളി മരുന്ന് മറ്റും ഉപയോഗിക്കാൻ പാടില്ല. കണ്ണിൽ അത്യാവശ്യമായിട്ട് ഒഴിക്കാം, ചെവിയിലിടാം. മൂക്കിലിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് അതിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ സൂക്ഷ്മതക്ക് മൂക്കിൽ ഏതായിരുന്നാലും തുള്ളി മരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് അതിനുള്ള തെളിവ്. സാധാരണഗതിയിൽ നമ്മൾ ഒന്നു കൊടുക്കുമ്പോൾ മൂക്കിലേക്ക് ഒരല്പം വെള്ളം കയറ്റണം എന്ന് പറഞ്ഞല്ലോ. അവിടെ അള്ളാഹു റസൂൽ പ്രത്യേകം പറഞ്ഞു, ഇല്ല സ്വാഇം, നോമ്പുകാരനായിരിക്കെ ഒഴികെന്ന് പറഞ്ഞു. അതിനാണ് പണ്ഡിതന്മാർ ഇത് തെളിവിടിച്ചിട്ട് ആ നിലക്ക് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എണ്ണ, കുഴമ്പ് പോലുള്ള ശരീരത്ത് ഉപയോഗിക്കാൻ പറ്റും. രക്തം എടുക്കാൻ പറ്റും. അവിടെ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഭക്ഷണത്തിനും പാനീയത്തിനും പകരമായിട്ടുള്ള കുത്തിവെപ്പുകൾ പറ്റൂല. അപ്പൊ ഗ്ലൂക്കോസേറ്റം പറ്റൂല. ഗ്ലൂക്കോസേറ്റം പറ്റൂല. അതേസമയം നമുക്കൊന്ന് ഷുഗർ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു കുത്തിവെപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. അതിനൊന്നും യാതൊരു വിധ വിഷയമില്ല. കാരണം ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും സ്ഥാനത്തേക്ക് ഉയരുന്നതാണ് അവിടെ വിരോധിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ചില ആളുകളൊക്കെ വളരെ വിചിത്രമായി കൊണ്ടുവരുന്ന സംഗതിയാണ് ഈ എന്താ പറയാ, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല. സുഗന്ധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയെന്നൊക്കെ വിചാരിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനൊന്നുമില്ല. സുഗന്ധം ഉപയോഗിച്ചു എന്നുള്ളത് യാതൊരുവിധ പ്രശ്നവും ആളുകൾക്കില്ല. അതേപോലെ തന്നെ ഉമിനീര് ഇറക്കാൻ പറ്റും. നോമ്പുണ്ട് തുടങ്ങിക്കഴിഞ്ഞ പിന്നെ എല്ലാവരും ഇങ്ങനെ തുപ്പി നടക്കണ പറ്റും. അതിന്റെ ഒന്നും ആവശ്യമില്ല സുഹൃത്തുക്കളെ. ഉമിനീര് ഇറക്കാൻ പറ്റും. കഫ ഇറങ്ങിയ നോമ്പ് മുറിയൊന്നുമില്ല. പക്ഷെ കഫ ഇറക്കാനായിട്ട് നടക്കരുത്, അത്ര നമ്മൾ ആലോചിക്കുന്നുള്ളൂ. കഫം വന്നു കഴിഞ്ഞാൽ അതൊരു മോശമായ സംഗതി ആയതുകൊണ്ട് നമ്മൾ എന്താക്കണം, എപ്പോഴും അത് ഉള്ളിലേക്ക് പോണത് എന്തല്ല, അത്ര ശരിയായ കാര്യമല്ല, നല്ലതല്ല, ശരീരത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് തുപ്പിക്കളയിലാണ് എപ്പോഴും ഉണ്ടാക്കേണ്ടത്. എവിടെയെങ്കിലും കിടക്കുന്ന കഫൊക്കെ കാർക്കിച്ചെടുത്ത് തുപ്പിയിട്ട് അതൊക്കെ ഒരു അനാവശ്യമായ വസ്വാസാണ്. അത് എന്തെങ്കിലുമൊക്കെ ഇനി വന്നു ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് എന്തില്ല, പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണം. അതേപോലെ തന്നെ പിന്നെ ഈ ബോധപൂർവമല്ലാതെ സ്ഖലനം ഉണ്ടാവുക, സ്വപ്ന സ്ഖലനം. അപ്പൊ രാത്രി ഉച്ചക്ക് ഉറങ്ങി അല്ലെങ്കിൽ പകല് ഉറങ്ങി അതിൽ സ്ഖലനം സംഭവിച്ചു. അപ്പൊ ഇനിയിപ്പോ എന്താ കാട്ടെ, ബേജാറാണ്? ഒരു ബേജാറിന്റെ ആവശ്യമില്ല.
നോമ്പ് മുറിയില്ല. മനഃപൂർവ്വമല്ലാത്ത സ്ഥലം കൊണ്ട് എന്താവില്ല, നോമ്പ് മുറിയില്ല എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുക. അതേപോലെ സ്ത്രീകള് ഭക്ഷണം രുചിച്ചു നോക്കാൻ പറ്റുമോ? രുചിച്ചു നോക്കിയുള്ള പ്രശ്നമില്ല, ഇറക്കാതിരുന്നാൽ മതി. അപ്പൊ അതുകൊണ്ടൊക്കെ അനാവശ്യമായ ഇത്തരം വസ്വാസിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് റാഹത്തായ അവസ്ഥയിലൊക്കെ നോറ്റ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, പഠിക്കണം നമ്മൾ മസ്അലകളൊക്കെ ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞ് കേട്ടിന് അപ്പുറത്തേക്ക് പ്രമാണത്തിൽ നിന്നുള്ള സംഗതികൾ കൃത്യമായിക്കൊണ്ട് പറഞ്ഞു തരുന്ന ആളുകളോട് സംശയങ്ങൾ ദൂരീകരിച്ച് പിശാചിന് യാതൊരുവിധ സ്കോപ്പും ഒരു എടങ്കോൽ ഇടാനുള്ള ഒരു ചാൻസും കൊടുക്കാതെ നല്ല റാഹത്തായിക്കൊണ്ട് ഈ സംഗതിയൊക്കെ ചെയ്ത് ആനന്ദത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ റമദാൻ നമ്മുടെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രമല്ല ഇൻഷാ നമ്മുടെ മക്കളൊക്കെ ആ രംഗത്ത് നമ്മൾ വളരെ ഗൗരവത്തിൽ പ്രോത്സാഹിപ്പിച്ചും ശ്രദ്ധിച്ചും കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ ചെറിയ മക്കളെ ബാലവേദി പ്രായത്തിലൊക്കെ ചെറിയ നമ്മളൊരു LP UP ആ തരത്തിലുള്ള മക്കളെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് ഒരു ആവേശം ജനിപ്പിക്കുന്ന രൂപത്തിൽ ഇപ്പൊ റമദാൻ ചെക്ക് ലിസ്റ്റ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മളെ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. അപ്പൊ അതിലൊരുപാട് കാര്യങ്ങളുണ്ട് മക്കൾക്ക് ചെയ്യാനുള്ള കുറെ നന്മകൾ. ഈ റമദാൻ ആകുമ്പോഴേക്കും അവരുടെ മുമ്പിൽ ഒരുപാട് നന്മകൾ. നിസ്കരിച്ച് ടിക്കറ്റ്, നോമ്പ് പറ്റോ ടിക്കറ്റ്, എന്തെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും സ്വതം കൊടുത്തോ, അതൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ അവരുടെ കയ്യിൽ ആ ലിസ്റ്റിന്റെ എത്തുന്നതോടുകൂടെ എന്തായി, അവർക്ക് ടാസ്ക് വന്നു. പിന്നെ അത് ചെയ്യണം എന്നുള്ള ആവേശമാവും. ഒരു കഴിഞ്ഞൊരു റമദാനത്തെ ഒരു അനുഭവം ഒരു സുഹൃത്ത് പങ്കുവെച്ചെന്ന് വെച്ചാല്, പിന്നെ ഒരു കുട്ടി തറാവീന് അവസാനമാകുമ്പോൾ അവനക്ക് ഭയങ്കര ക്ഷീണാണ്. അപ്പൊ വാപ്പ പറഞ്ഞു എന്നാണ്, മോനജ് ഇന്ന് പള്ളിക്ക് വരേണ്ടതില്ല. അപ്പൊ അവൻ പറയാണ്, അല്ല ഞാൻ എന്തായാലും ഉണ്ട് എന്നാണ്. എന്താ ആ ഒരു റമദാനും കൂടി കിട്ടിയ എന്തായി, ഇത് ഫുള്ളായി എന്നാണ്. ആ ചെറിയ പ്രായത്തിലുള്ള നന്മകളുടെ ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനത്തെ സംഗതിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാങ്ങി നമ്മുടെ മക്കൾക്ക് ഒരു ഹദിയായിക്കൊണ്ട് കൊടുത്ത് ആ നന്മകളൊക്കെ അവർക്ക് ആവേശം ഉണ്ടാക്കി അവർ ചെയ്യുമ്പോൾ അതിനും കൂടി നമുക്ക് കിട്ടൂലേ. ഇലാ യൗമിൽ ഖിയാമ അവരുടെ മരണം വരെ കൊണ്ടുനടക്കുന്ന എല്ലാ നന്മകളും ഇൻഷാ നമുക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ബോധപൂർവ്വം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, മറ്റൊരു കാര്യം, ഒരുപാട് ആളുകൾ വളരെ പ്രയാസത്തിലാണുള്ളത്. നിങ്ങളുടെ വരുന്ന സമയത്ത് പോലും നമ്മുടെ വളരെ സജീവനായ ഒരു പ്രവർത്തകൻ മരണപ്പെട്ട വീരാണ് കണ്ടത്. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ പോകുമ്പോൾ ആ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് എപ്പോഴും കണ്ടിരുന്ന ഒരു സുഹൃത്ത് ഇന്ന് ഖബറിലാണ്. റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞൊരു ഖുത്ബ അദ്ദേഹം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കഴിഞ്ഞൊരു ഖുത്ബ അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. റമദാന്റെ പോരിശകൾ അദ്ദേഹം കേട്ടു. എനിക്ക് ഉറപ്പാണ് എല്ലാ ദഅ്വാ രംഗത്തും വളരെ സജീവമായിക്കൊണ്ട്, നമ്മളൊക്കെ പലപ്പോഴും അസൂയോടുകൂടെ നോക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാത്തിനും സജീവമായിട്ടുണ്ടാകുന്ന ഒരു ആളാണ്. റഹ്മാനായ റബ്ബ് ചാൻസ് കൊടുത്തില്ല, നമുക്കൊന്നും അറിയില്ല എന്തുണ്ടാകുക. സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇന്നൊരു സുഹൃത്ത് ചെറിയൊരു തലവേദന ആയിക്കൊണ്ട് പോയതാണ്. ഡോക്ടർമാർക്ക് അറിയുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഇപ്പൊ നിലവിൽ പിന്നെ ICUവിലാണ് ആ സുഹൃത്ത് കിടക്കുന്നത്. ആലോചിക്കുങ്ങള്, അദ്ദേഹം ഇന്ന് ഒരു അഹ്ല റമദാൻ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ്. ഇന്നൊരു പ്രവാസിയനാണ് അദ്ദേഹം. അഹ്ല റമദാനിക്ക് നാട്ടുകാർക്ക് ക്ലാസ് കൊടുക്കേണ്ട മനുഷ്യനാണ്. ICUവിൽ കിടക്കുകയാണ്. പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും. അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞവരും സൂചിപ്പിച്ചവരും അല്ലാത്തവരൊക്കെ ഒരുപാട് ആളുകളുടെ കുടുംബത്തിൽ പ്രയാസമുള്ള ആളുകളുണ്ട്. ദഅ്വാ രംഗത്തൊക്കെ സജീവമായി പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഓടി നടന്നിരുന്ന ആളുകൾ ഇന്നൊക്കെ പലരും പല ഇടത്തും പല പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് അവരുടെ രോഗത്തിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ മാറി വന്ന് അവർക്ക് കൂടി റമദാനൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഹയാത്തോടുകൂടെ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാനുള്ള തോക്കത്തിന് വേണ്ടി നമ്മൾ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കണം. മറ്റൊരു സന്തോഷ വാർത്ത ഉള്ളത് അൽഹംദുലില്ലാഹ്, പള്ളി വന്നപ്പോൾ സുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയ കുറെ മെച്ചങ്ങളില്ലേ, നമുക്ക് ദീന് കിട്ടുന്നു, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമായി വണ്ടിത്താവളത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതേപോലത്തെ ഒരു അള്ളാഹുവിന്റെ ദീന് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സെന്റർ, ഒരു ഇസ്ലാഹി സെന്റർ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ചൊവ്വാഴ്ച 17-ാം തീയതി നമ്മൾ ഉദ്ഘാടനം ചെയ്യാം. ആ ഒരു നന്മയിൽ അടുത്ത സമീപ പ്രദേശത്തുള്ള ആളുകളെന്ന് നിലക്കണമെന്ന് സൂചിപ്പിച്ചത് മാത്രം. ആ നന്മയിൽ നിങ്ങളൊക്കെ ഉണ്ടാകണം, ആ സന്തോഷത്തിൽ നിങ്ങളൊക്കെ പങ്കുകേൾക്കണം. അതൊക്കെ അന്വേഷിച്ചോളിയും. വണ്ടിത്താവളത്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഭാവിയിൽ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഇൻഷാ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അജ്ഞതയുള്ള, ശിർക്കുള്ള, തൗഹീദ് എന്തെന്നറിയാത്ത, അള്ളാന്റെ ദീൻ എന്തെന്നറിയാത്ത ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് ഇൻഷാ അല്ലാഹ് ഒരു തൗഹീദിന്റെ പള്ളിയൊക്കെ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ വല്ലാത്ത ഖൈറാത്തുകളാണ്. അതിലൊക്കെ നമുക്കൊരു പങ്ക് വഹിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതൊക്കെ ദുനിയാവിൽ നമ്മൾ കണ്ണടക്കം ബാക്കി ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടെ നിൽക്കാൻ കഴിയുന്നവർ അങ്ങനെ ആ ഒരു സുന്ദരമായ സമയത്ത് അവിടെ പങ്കെടുക്കാൻ കഴിയുമോ, ആ ഒരു പള്ളിയുടെ തുടക്കത്തിൽ പങ്കെടുക്കാൻ പറ്റും, നമ്മളൊക്കെ അവിടെ ഉണ്ടാകണം. അപ്പൊ ഇന്നലെ എടത്തനാട്ടുകളിൽ പുതിയൊരു പള്ളി വന്നു.
അതിന്റെ ആ ഒരു തുടക്ക സമയത്ത് നമ്മുടെ ഉണ്ടാകുക, അതിലെന്തെങ്കിലും നമ്മുടെ വകുപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ വല്ലാത്തൊരു ഹൈറുകളാണ്, നമ്മുടെ ബർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു നന്മയെ നമ്മൾ നിസാരവൽക്കരിക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും റഹ്മാനായ റബ്ബിന് ദീനിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എല്ലാവിധ സ്റ്റെപ്പുകളും റഹ്മാനായ റബ്ബ് ഫലത്തിൽ എത്തിച്ചേരുമാറാകട്ടെ. നമ്മളൊന്നും വലിയ കഴിവില്ലാത്ത ആളുകളാണ്, നമ്മൾക്കൊന്നുമില്ല. എന്നാൽ റഹ്മാനായ റബ്ബിന് നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കാൻ പറ്റും. അവന്റെ പ്ലാനിംഗ് അനുസരിച്ച് നമ്മൾ നിന്നുകൊടുക്കുക. റഹ്മാനായ റബ്ബ് നമ്മിലൂടെ അവന്റെ ദീനിന് കരുത്ത് പകരുന്ന ആ ഒരു സാഹചര്യം മരണം വരെയും നമുക്ക് എല്ലാവർക്കും നിരന്തരമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു വെളിപ്പാടകലെ വിശുദ്ധ റമദാൻ വന്ന് നിൽക്കുമ്പോൾ ഒരു നോമ്പ് കൊണ്ട് നീ ലക്ഷ്യമാക്കിയതെല്ലാം ഞങ്ങൾ കേട്ടു, അറിഞ്ഞു, പഠിച്ചു. റഹ്മാനായ റബ്ബേ, ആ രീതിയിൽ തന്നെ ലക്ഷ്യം തെറ്റാത്ത നോമ്പുകാരായി നീ ഓഫർ ചെയ്ത മുഴുവൻ നന്മകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരായി ഈ നോമ്പ് നോൽക്കാനുള്ള തൗഫീഖിനെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിശുദ്ധ റമദാനെ എല്ലാ അർത്ഥത്തിലും പരിപൂർണമായി കൊണ്ട് നന്മയിൽ ഉപയോഗപ്പെടുത്താനുള്ള അപാരമായ തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ഇതൊക്കെ ആ നെയ്യത്ത് വെച്ചിട്ടും പല ആളുകളിൽ നിന്ന് പല അവസ്ഥകളിലാണുള്ളത്. റഹ്മാനായ റബ്ബേ, എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുത്ത്